പുറത്തൊരാൾ നൃത്തം വെക്കുന്നുണ്ട്, അത് കണ്ടിട്ടാ. കൊട്ടാരത്തിന് പുറത്തോ? ആരാണെന്നെന്താ? വേറെ ആരുമല്ല അച്ഛാ, നമ്മുടെ രാമന്റെ മകൾ ലാസ്യമോഹിനി. അവളോ? ലാസ്യമോഹിനി കൊട്ടാരത്തിൽ അടിച്ചു നിൽക്കാൻ പെണ്ണിന് ഇത്ര ധിക്കാരമോ? ഏട്ടാ, ഇതവനെ വിട്ടുകൊടുക്കരുത്. അവളെ ഞാൻ. സാവിത്രി, വേണ്ട. നന്ദ, വിളിക്കവളെ. മോഹിനി, മോഹിനി, ഇങ്ങോട്ട് വാ. പേടിക്കണ്ട, വരാനല്ലേ പറഞ്ഞത്? ഞാൻ താളത്തിൽ അറിയാതെ ആടിപ്പോയതാണ്. ക്ഷമിക്കണം തിരുമനസേ. ക്ഷമിക്കാനോ? നൃത്ത ചുവടുകളെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? അവളുടെ ഒരു നൃത്തം അത് കണ്ട് കൈയടിച്ച് പ്രശംസിക്കാൻ മറ്റൊന്നും. പോട്ടെ ലക്ഷ്മി. അച്ഛാ, ലക്ഷ്മിയുടെ കൂടെ മോഹിനിയും നൃത്തം വെക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. ഓ, അതിലെന്താണ്? നന്ദ, എന്താ നിന്റെ ഉദ്ദേശം? അമ്മായി, ഞാൻ ഏട്ടാ, ഇവിടെയൊക്കെ അകത്ത് കയറ്റി വെറുതെ അശുദ്ധി വരുത്തി വെക്കണോ? കലയ്ക്ക് എന്ത് അശുദ്ധി മകളെ? പറമ്പിലും ചളിയിലും നിന്ന് വളരുന്ന മുളങ്ങളിൽ നിന്നല്ലേ വേണമാതം വരുന്നത്, അതറിയില്ലേ? അമ്മാവാ, എനിക്ക് സമ്മതം. മച്ചുനന്റെ ആഗ്രഹമല്ലേ? ലക്ഷ്മി, നൃത്തം വളരെ ഗംഭീരമായി. എന്റെ മനസ്സ് നിറഞ്ഞു. ഇതാ എന്റെ ഒരു സമ്മാനം. സന്തോഷം അമ്മാവ. എന്നോടൊപ്പം ചുവട് വയ്ക്കാനുള്ള നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. എന്നാൽ ഇനിയത് വേണ്ട, മനസ്സിലായില്ലേ? എടി, നിനക്കൊന്നും പറഞ്ഞതല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം. ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു.
മനസ്സിലാക്കിക്കോ.